പ്രിയമുള്ളവരെ, ഇത് കരുവാരകുണ്ട് കൽക്കുണ്ട് ചേരിയിൽ ഇന്ന് ഞാൻ കുറച്ച് മുന്നേ രാവിലെ ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ ചാനലിൽ. പട്ടിയെ കടിച്ചു കൊണ്ട് പരിക്ക് പറ്റിയെന്നല്ല, പട്ടി ചത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പ്രതിഷേധിച്ച് വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച ഒരു കുടുംബപരമായിട്ടുള്ളൊരു ജാഗ്രതാ സമിതി, പ്രതിഷേധ സംഗമം ഒക്കെ പാടെ കൂടിങ്ങാണ്ട്, അവിടെയുള്ള ആളുകളൊക്കെ പാടെ കൂടിങ്ങാണ്ട് ഒരു പ്രതിഷേധം, ഒരുപാട് ആളുകൾ പങ്കെടുത്തൊരു പ്രതിഷേധ സംഗമം നടന്നു. അതിൽ വാർഡ് മെമ്പറുമായ ഷീന ജിൽസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്, അതുപോലെ ടി കെ ഉമ്മർ, വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ, ഒരുപാട് ആളുകൾ, അമ്മമാരൊക്കെ, കുട്ടികളമ്മമാരൊക്കെ പങ്കെടുത്ത ഒരു പ്രതിഷേധ സംഗമം അവിടെ വെച്ച് നടന്നു. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്, അതിൽ കുറച്ച് ഭാഗം ഞാൻ അതിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. നമ്മൾ വളർത്തുമൃഗങ്ങളെ മുഴുവനും പിടിക്കുന്ന ഒരു അവസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഇതിന് നമ്മൾ പല പ്രാവശ്യം പല രീതിയിൽ നമ്മൾ ആവശ്യപ്പെട്ടിട്ടും അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് ഇഴഞ്ഞു നീങ്ങുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനെതിരെയായ ജനകീയ പ്രക്ഷോഭം തന്നെയാണ് എങ്ങനെയായാലും മുന്നോട്ട് നമ്മൾ സ്വീകരിക്കേണ്ട മാർഗം എന്നുള്ളതാണ് എൻ്റെയും പക്ഷം. അതുപോലെ തന്നെ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായ സ്ഥിതിക്ക് പഞ്ചായത്തിൽ നിന്നും ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിക്കും നിവേദനം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ കടുവയെ പിടിക്കണം, അതുപോലെ തന്നെ നമ്മൾക്ക് ശല്യമായി നടക്കുന്ന കാട്ടുമൃഗങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്നും നമ്മുടെ നാടിനെ രക്ഷിക്കണം എന്ന രീതിയിലുള്ള ഒരു നിവേദനമാണ് പഞ്ചായത്തിൽ നിന്ന് കൊടുത്തുവിട്ടിരിക്കുന്നത്. അതിന്ന് അവിടെ മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർ നടപടികൾക്ക് വേണ്ട കാര്യങ്ങൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ആദ്യം നമ്മൾക്ക് കടുവ ഇറങ്ങിയത് തൊട്ടപ്പുറത്തെ കാളികാവിലാണെങ്കിൽ പോലും നമ്മുടെ വാർഡിലും ഇതിൻ്റെ സാന്നിധ്യം വളരെയധികം കണ്ടപ്പോൾ നമ്മളാണ് ഇതിന് കൂട്ടിൽ വെക്കാനുള്ള മൃഗത്തെ അടക്കം മേടിച്ചു കൊടുക്കേണ്ട ഒരു രീതിയിലോട്ടാണ് നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നമുക്കുണ്ടായ ഒരു അനുഭവം. അതിന് നമ്മളൊരു ആടിനെയും അതുപോലെ തന്നെ ഒരു പോത്തുംകിടാവിനെയും നമ്മൾ മേടിച്ച് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് കൂട്ടിൽ വയ്ക്കാൻ കൊടുത്തിരിക്കുന്നത്. ഈ രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നുള്ളത് ജനങ്ങളുടെ തന്നെ ഒരു തീരുമാനം തന്നെയാണ്. അതിന് വേണ്ട നടപടികൾ എന്താണോ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് അതിനോടൊപ്പം ചെയ്യുക എന്നുള്ളതാണ് മെമ്പറായ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന എൻ്റെയും ഉത്തരവാദിത്വം എന്നുള്ളത്. ഇതിനോടൊപ്പം എങ്ങനെ കടന്നുറങ്ങും, എങ്ങനെ കുട്ടികളെ വിടും, എങ്ങനെ പള്ളിയിൽ പോകണം, അല്ലെങ്കിൽ നിത്യാവശ്യമായ തൊഴിലാളികൾക്ക് കൊണ്ട് വരുന്നില്ല, കൃഷിക്കാർക്ക് ടാപ്പിംഗ് നടക്കുന്നില്ല, കൃഷി മേഖല എല്ലാം സ്തംഭിച്ചു എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. ഒരു പണിക്കാർക്ക് വരാൻ പേടി, ഇതിന്റെ ഉടമസ്ഥന് വരാൻ പേടി, വീട്ടിൽ കടന്നുറങ്ങി പുറത്തിറങ്ങാൻ അല്ലെങ്കിൽ ബാത്റൂം ഇല്ലാത്തൊരു പുറത്ത് മൂത്രമൊഴിക്കാൻ പോലും സാഹചര്യം ഏറ്റവും വലിയ ദുർഘടം പിടിച്ച ഒരു മഹാസംഭവമാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പല സ്ക്വാഡുകളായിട്ട് വന്നിട്ട് പോലും അവർക്ക് മയക്കുവെടി പോലും വെക്കാൻ പോലും ഈ കണ്ട ദിവസങ്ങളായിട്ട് സാധിച്ചില്ല എന്നുള്ളത് എങ്ങനെയാണ് അത് പറയണമെന്ന് എനിക്കറിയത്തില്ല. ഈ ഗവൺമെന്റ് എന്താണ് ഈ എടുക്കുന്ന ഇതിന്റെ കാരണം? ഇത് മുഖ്യമന്ത്രിക്ക് അറിയാം. ഈ 2 ദിവസം മുമ്പ് മുഖ്യമന്ത്രി മലപ്പുറത്തുണ്ടായിരുന്നു. ഇന്നലെ മുഖ്യമന്ത്രി നേരിട്ട് ഇവിടെ ഷീന പറഞ്ഞു, പഞ്ചായത്ത് മെമ്പർമാർ നിവേദനം കൊടുത്തു. ഇതിന്റെ നടപടിക്രമങ്ങൾ ഇവിടെ കാണുന്നില്ല. സാധാരണ CM-ന്റെ കയ്യിലേക്ക് ആ മേശപ്പുറത്തേക്ക് നമ്മുടെ നിവേദനം അല്ലെങ്കിൽ നമ്മുടെ പരാതി കൊടുക്കുമ്പോൾ ആ സെക്രട്ടറി DFOട് വിളിച്ചു വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ വനം വകുപ്പ് അദ്ദേഹത്തിന്റെ ചേംബറിൽ ഒന്ന് കാണാൻ ആവശ്യപ്പെടും. അതാണ് മുഖ്യമന്ത്രി. ഇവിടെ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇതിനെ പിടിക്കാത്തതിന്റെ കാരണം എന്താവും? ഇതിന് ഉദ്യോഗസ്ഥന്മാർക്കായുള്ള പൊട്ടൻഷ്യൽ ഇല്ലേ? എന്തായാലും ഇതിന് എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് ഇതുവരെ പോയിട്ടില്ല. ഈ സമരമുറ എങ്ങനെ ആയിരിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഏത് രൂപത്തിലാണേലും ഈ സമരത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി, രാഷ്ട്രീയമില്ലാതെ, ഈ ഇല്ലാതെ, മതഭേദാദികളില്ലാതെ നമുക്ക് ഒത്തൊരുമിച്ച ഒരു നിർദ്ദേശം നിങ്ങളുടെ ഭാഗത്തുള്ള ഒക്കെ ചേരുകയും പിന്നെ നമ്മളൊരു മനുഷ്യ കോട്ട തീർക്കുന്നതിന് വേണ്ടിയുള്ള പ്ലാനിംഗ് ഒക്കെ നടത്തി മഴ കാരണം അത് മാറ്റിവെക്കേണ്ടതായിട്ട് വന്നു. ഇന്നലെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രതിനിധികൾ ഉൾപ്പെടുന്ന സംഘം ഇന്നലെ മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടി പോവുകയുണ്ടായി. അങ്ങനെ നിവേദനം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ എന്തു തന്നെയായാലും നിയമം എന്ത് എന്നുള്ളതല്ല, നമുക്കിവിടെ ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം വേണം. ഒരുപക്ഷെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ അവരുടെ തൊഴിലായിരിക്കും മുഖ്യം. ആ തൊഴിൽ നിലനിർത്തുന്നതിന് ആവശ്യമായ ഇടപെടലായിരിക്കും അവർ ശ്രദ്ധിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടുകാരെ
സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ സ്വൈര്യമായി നമുക്ക് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകാനാ എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ നമ്മൾ പകച്ചു നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ആവശ്യമായ എല്ലാ ഇടപെടലും നിയമത്തിന്റെ മാർഗത്തിൽ നമുക്ക് സ്വീകരിക്കണം. നമുക്കിവിടെ കഴിഞ്ഞ വർഷം 2-3 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു വന്യമൃഗത്തിന്റെ ആക്രമണത്തിൽപ്പെട്ട് ഒരു യുവാവിനെ നഷ്ടപ്പെടുകയുണ്ടായി. അതിനുശേഷം അതിനുശേഷം നമുക്കിപ്പോ ഈ വർഷത്തിൽ തന്നെ നമുക്ക് ഒരാഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ പാറശ്ശേരിയിൽ സംഭവിച്ച സംഭവങ്ങളൊക്കെ നമുക്കറിയാം. ഇനി ഒരാൾക്കും അത്തരത്തിലുള്ള ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒത്തുചേരലും ഒറ്റക്കെട്ടായി കക്ഷി രാഷ്ട്രീയ ഭേദമില്ലേ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് ഈ നാടിന്റെ നമ്മളെ ബാധിക്കുന്ന ജീവൽ പ്രശ്നം എന്നുള്ള നിലക്ക് തന്നെ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി ഒത്തൊരുമിച്ചുകൊണ്ട് അധികാരികളുടെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും ഒന്നുകൂടി കൂടുതലായി. കാരണം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇവിടെ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് അടുത്ത സ്കൂൾ തുറക്കുകയാണ്. അതുമായിട്ട് നമുക്ക് തന്നെ പുറത്തിറങ്ങി നടക്കാൻ ഭയങ്കര വീതിയുണ്ട്. ഇപ്പോൾ വാസ്തവത്തിൽ ഞാനൊക്കെ രാവിലെ കൽക്കുണ്ട് വരെ നടന്നിരുന്ന ആളാണ്. അപ്പോൾ കുറച്ച് ദിവസം നിർത്തിയേക്കാണ്. കാരണം നമ്മൾ ആ സമയത്ത് പോകുമ്പോൾ ഒറ്റക്കിട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം കഴിഞ്ഞ 4 ദിവസം മുൻപാണ് ആരത്താഴപ്പടി ഈ ഇതിനെ കണ്ടത്, പുലിനെ കണ്ടത്. പുലി ഒന്നോ രണ്ടോ എന്നുള്ളത് നമുക്ക് പിന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. അല്ല, കടുവ. അപ്പൊ അത് ഇവിടെ പിന്നെ അവിടുത്തതാണോ ഇവിടുത്തതാണോ? ഇവിടെ കുറെ മുമ്പേറ്റ നരിയുണ്ട്, പുലിയുണ്ട്. അപ്പൊ ഇത് ഏതാണെന്നില്ല പറയാൻ പറ്റില്ല. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ച് ഭീതി തന്നെയാണ്. പുറത്തിറങ്ങി നടക്കാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. ആർക്കും പോയി എല്ലാവരും, നമ്മൾ മാത്രമല്ല, ആർക്കും വണ്ടി കൊണ്ട് പോകാനല്ല, നടന്നു പോകേണ്ട ആൾക്കാർ ആരും ഇപ്പം ഇല്ല. അവിടെ എല്ലാം ഒഴിവായിക്കുകയാണ്. അപ്പം നമ്മൾ ഈ നിയമങ്ങളെല്ലാം മറികടക്കുക എന്ന് പറഞ്ഞാൽ നിയമം ഇത് ഇപ്പോൾ പിന്നെ കേന്ദ്രത്തിൻ്റെ കയ്യിലാണ് വൈൽഡ് നിയമങ്ങളൊക്കെ കിടക്കുന്നു തോന്നുന്നുണ്ട്. അത് അവിടെ തീരുമാനം കിട്ടാതെ ഇവിടെ ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല. നമ്മൾ കലക്ടറേറ്റ് പോയാലും കലക്ടറും ഇതൊക്കെ മുകളിൽ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടില്ല, അത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ വെടിവെക്കാൻ ഇവർക്ക് പിന്നെ മയക്കുവെടി വെക്കാൻ തന്നെ അതിനൊക്കെ എന്തൊക്കെ നിയന്ത്രണം ഉണ്ടോയെന്നില്ല നമുക്കറിയാൻ പറ്റില്ല. അന്ന് അത്രയും അടുത്ത് വെച്ചിട്ട് കണ്ടിട്ടും അതിന് വെടിവെക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഈ നിയമത്തിൻ്റെ നൂലാമാലകൾ പാടുതലുണ്ട്. ഒരു യോഗം കൂടുന്നു. വന്യമൃഗങ്ങളെ എങ്ങനെ ജനങ്ങളെ എങ്ങനെ രക്ഷിക്കാമെന്നൊക്കെയുള്ള തീരുമാനം എടുക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഒരു ജീവൻ അവിടെ പൊലിയേണ്ടി വന്നു. എന്നാൽ അതിനുശേഷം അതിനുള്ള ഒരു നടപടിക്രമങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമുക്ക് കൽക്കുണ്ടില് വീണ്ടും കടുവയെ കാണാൻ സാധിച്ചു. അതുപോലെ മറ്റു സ്ഥലങ്ങളിൽ പുലി, കാട്ടുപോത്ത്, ഇതെല്ലാം ജനങ്ങളെ ഉപദ്രവിക്കുന്ന രീതിയിൽ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. കാട്ടിലെ മൃഗങ്ങളെ കാട്ടിൽ തന്നെ കെട്ടിയിട്ട് വളർത്തുക എന്നുള്ള ഒരു ശൈലിയിലേക്ക് ഫോറസ്റ്റുകാർ മാറിയില്ലെങ്കിൽ ജനങ്ങൾ നിയമം കയ്യിലെടുക്കാൻ നിർബന്ധിതരാകും. കാരണം അവർക്ക് അവരുടെ ജീവനാണ് വലുത്. നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ കുറച്ചു കാലം നമുക്കിവിടെ സുഖമായി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ദൈവം നമുക്ക് തന്നതാണ്. അത് ഈ കാട്ടുമൃഗങ്ങളായിട്ട് തട്ടിയെടുക്കുന്നത് ഒരിക്കലും നമുക്ക് അനുവദിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കില്ല. പിന്നെ വനമന്ത്രിയും പിന്നെ അതുപോലെ മന്ത്രിസഭാ യോഗമൊക്കെ എടുത്ത തീരുമാനങ്ങള് ഒരു പക്ഷേ നമുക്കൊരു പിന്നെ അനുകൂലമായ സമീപനമാവാം, അല്ലെങ്കിൽ അതിലൊരു പൊളിറ്റിക്സ് ഉണ്ടാവാം. പക്ഷെ അതൊന്നും അല്ലെങ്കിലും നമുക്കൊരു അനുകൂലമായ സമീപനം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇറങ്ങി സമരം നടത്തിയേ പറ്റൂ. അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ പരിതാപകരമാണ്. ഇന്നലെ നമ്മൾ അറിഞ്ഞു, മാർച്ച് 10-ാം തീയതി കേരളം സ്കൂളിന്റെ പരിസരത്ത് വെച്ചാണ് കടുവയെ കാണുന്നത്. മാർച്ച് 14-ാം തീയതി DFOക്ക് കൃത്യമായി പരാതി കരുവാരകുണ്ടെന്ന് പോയിട്ടുണ്ട്. കേരളം സ്കൂളിലെ SMC ചെയർമാൻ അടക്കം ഉള്ള ആളുകൾ പരാതി കൊടുത്തു. മെയ് മാസം 15-ാം തീയതി രാവിലെ ടാപ്പിങ്ങിന് ഇറങ്ങിയ ഗഫൂറിനെ കടുവ പിടിച്ചു. DFOയോട് നേരിട്ട് സംസാരിച്ചു. ആ സൈറ്റിൽ നിന്ന് നേരിട്ട് ഞാൻ ചോദിച്ചതാണ്, എന്തുകൊണ്ട് നിങ്ങൾ നടപടിയെടുത്തില്ല? അപ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥന്റെ ഉത്തരവ് വേണമത്രേ. അപ്പോൾ നമ്മൾ ചോദിച്ച പിന്നെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് 133F പ്രകാരം കടുവയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവ് ഇറക്കാം കലക്ടർക്ക്. പക്ഷെ ഡെഡ് ബോഡി എടുക്കാതെ നമ്മൾ ബാർഗൈൻ ചെയ്തപ്പോൾ അവരുടെ കുടുംബം ഡെഡ് ബോഡി എടുക്കാൻ ആവശ്യപ്പെടുകയും ഡെഡ് ബോഡി എടുത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു.